ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഇതൊരു തെർമോക്കോൾ ബോക്സാണ്, അടപ്പും കൂടിയുള്ള ഒരു തെർമോക്കോൾ ബോക്സാണ്. പിന്നെ വേണ്ടത് ഒരു തെർമോസ്റ്റാറ്റ് എന്ന് പറയും. ഇതിന് വില ഞാൻ മേടിച്ചത് eBay നിന്ന് മേടിച്ചതാണ്. ഇതിന് 219 രൂപ eBayയിലുണ്ട്. ഡെലിവറി ചാർജ് അടക്കം 300 രൂപയ്ക്കകത്തായി. പിന്നെ ഇതിൽ തന്നെ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ വലിയ ബൾബിനെയാണ് ഇത് പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ തന്നെയുള്ള ഈ സാധനമാണ്. ഇത് നമ്മൾ ഈ ബോക്സിനകത്തേക്ക് ഇട്ടേക്കണം. ഈ സാധനം ഒരു ഹോൾ ഉണ്ടാക്കി ബോക്സിനകത്തേക്ക് ഇതാണ് ഈ ചൂടിനെ തിരിച്ചറിയുന്ന സാധനം. നമ്മുടെ ബൾബുമായിട്ട് ഇത് കണക്ട് ചെയ്താണ് കൊടുക്കുന്നത്. തെർമോസ്റ്റാറ്റിൽ ഇങ്ങനെ ബൾബിൽ നിന്ന് പറഞ്ഞ, അതായത് ഹോൾഡറിൽ നിന്ന് പറഞ്ഞ വയർ ഇങ്ങനെ തെർമോസ്റ്റാറ്റിൽ കൊടുക്കും. അതെന്ന് വെച്ചാൽ ഈ തെർമോസ്റ്റാറ്റിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന ചൂട്, അതായത് നമ്മൾ 37.5 ഡിഗ്രിയാണ് മുട്ടയ്ക്ക് വിരിയാൻ വേണ്ടി വരുന്ന ചൂട്. നമ്മൾ ആ ചൂടാകുമ്പോൾ ബൾബ് താനേ ഓഫാവുകയും അതുപോലെ ചൂട് കുറയുമ്പോൾ വീണ്ടും ബൾബ് ഓണായി ഇതിനകത്ത് 37.5 ഡിഗ്രി ചൂടാവുകയും ചെയ്യുന്നു. പിന്നെ വേണ്ട സാധനം ഒരു ഫാനാണ്. 12 വോൾട്ടിൻ്റെ ഒരു DC ഫാനാണ്. ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിന് ഒരു 200 രൂപ വില വരും. ഈ ഫാൻ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയാണ് ഈ ഫാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ബൾബ് ഇടാനുള്ള ഹോൾഡർ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ എടുത്ത് ഇങ്ങനെ കൊടുക്കണം, അകത്ത് ബൾബ് എടുക്കുന്ന കണക്ക്. പിന്നെ അടുത്ത വേണ്ട സാധനം വെച്ചാൽ അഡാപ്റ്ററാണ്. അഡാപ്റ്റർ പല വിലയൊക്കെ ഉണ്ട്. ഈ അഡാപ്റ്ററിനൊക്കെ ഒരു 300 രൂപയ്ക്കകത്തായി. 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ ഫാൻ കൊടുക്കാനാണ് പ്രധാനമായിട്ടും ഈ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. ഫാനും ഈ തെർമോസ്റ്റാറ്റും ഒക്കെ അഡാപ്റ്റർ വഴിയാണ് കൊടുക്കുന്നത്. ഇനി സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഈ അടപ്പ് ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ മുകളിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ഗ്ലാസ് ഒട്ടിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇങ്ങനെ ചെറിയ ഹോൾ കൊടുക്കണം. നമുക്ക് ഈ ബോക്സിനകത്ത് എയർ കിട്ടാൻ വേണ്ടി ഞാൻ 2 സൈഡിലും ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ ഹോളാണെങ്കിൽ റെഡ് കളറിൽ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം. ആ പാത്രത്തിൽ നമ്മൾ ഈ വെള്ളം വെച്ചേക്കും. വെള്ളം ഒരു അടിയിലായിട്ട്. ആ വെള്ളം വെച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്, ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയാണ് ആ വെള്ളം വയ്ക്കുന്നത്. ഫാൻ ഈ ഭാഗത്താണ് കൊടുത്തത്. ഫാനിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ബൾബ് ഇതിൽ തന്നെയാണ് ബൾബ്. പിന്നെ ഇതിലുള്ളത് അത്രയാണ്. അതായത് ഇതുപോലെ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതെങ്ങനെ കൊടുക്കണം. ഞാൻ ഇവിടെയാണ് ഇങ്ങനെ മുട്ട വയ്ക്കുന്നത്. മുട്ട വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മളിതിലേക്ക് ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അഡാപ്റ്റർ കൊടുത്തു. പിന്നെ ഉള്ളത് അതിൻ്റെ ബൾബിൻ്റെ വയറാണ്. ബൾബിൻ്റെ വയറും കൊടുത്തു. ഓണാക്കി. നമ്മുടെ ബൾബ് കത്തി ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്നുണ്ട്. എൻ്റെ LED സ്ക്രീനിൽ അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ എത്രയും എഴുതി കാണിക്കും. അപ്പോൾ അതിലുള്ള ആദ്യത്തെ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. അതിൽ നമ്മൾ പ്രസ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ 37 കാണിക്കുന്നത്. നമുക്ക് 37
37.5 ആക്കുക. ഇതാ ഫസ്റ്റുള്ള സ്വിച്ച് തന്നെ നിൽക്കുക. ഇപ്പോൾ അതിലുള്ള ടെമ്പറേച്ചറിനെ കഴിയുന്നു. ഇനി 37.5 ആകുമ്പോൾ ഇത് താനെ ഓഫാകും. 34.4 35.2 3 36.4 ലൈറ്റ് ഓഫ് ചെയ്തത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് അതിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന്. 37.3 കണ്ടു. 37.5 ആയപ്പോൾ ആ ബൾബ് താനെ ഓഫായി. ടെമ്പറേച്ചർ കുറഞ്ഞ് വീണ്ടും ഒരു 36.9 ആയപ്പോൾ വീണ്ടും കത്തി. ഇനി വീണ്ടും 37.5 ആകുമ്പോൾ വീണ്ടും അണയും. നമുക്കിതൊരു പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഈ ഭാഗത്താണ് ഈ പാത്രത്തിൽ വെള്ളം എല്ലാ ദിവസവും നോക്കണം. വെള്ളം വേണം. ഇവിടെ മുട്ട ഇവിടെയാണ് വെക്കേണ്ടത്. രണ്ട് സൈഡും മുട്ട രണ്ട് സൈഡും ഓരോ അടയാളം ചെയ്തിരുന്ന നമുക്ക് ഒരു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പറ്റുമെങ്കിൽ 3 സമയം തിരിച്ച് വെക്കണം മുട്ടകളെല്ലാം. കോഴിമുട്ടയാണെങ്കിൽ 18 ദിവസം വരെ തിരിച്ച് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. ടെമ്പറേച്ചർ ഈ 37.5 എന്നുള്ളൊരു 36 ആക്കി കൊടുക്കണം. ആ സമയത്ത് പിന്നെ തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ള 3 ദിവസം 21ാമത്തെ ദിവസം വരെ 18, 19, 20, 21 അന്ന് വരെ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. 21ാമത്തെ ദിവസം ആകുമ്പോൾ മുട്ട വിരിയും. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നിതീഷ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളവർ വിളിക്കുക. പലരുടെയും ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ പലരുടെയും ആവശ്യപ്രകാരമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു.